അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കട്ട് ബീഡ് കൊണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പല കളേഴ്സിലും നമുക്ക് കട്ട് ബീഡ് അവൈലബിൾ ആണ്. കണ്ടോ, ഇതാണ് കട്ട് ബീഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ബീഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിനേക്കാളും കുറച്ചും കൂടെ ചെറുതായിരിക്കും കട്ട് ബീഡ്. 2 ബീഡും തന്നെ പല സൈസിലുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു കട്ട് ബീഡ് കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കട്ട് ബീഡിനേക്കാളും വളരെ ചെറിയ സൈസാണ് ഇത് കേട്ടോ. അപ്പോൾ രണ്ടിനും ഡിഫറൻറ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ രണ്ട് കട്ട് ബീഡുകളും തമ്മിലുള്ള ഡിഫറൻറ്റ് കണ്ടോ, ഇതിനേക്കാൾ കുറച്ചും കൂടി ചെറിയ സൈസാണ്. അതെ, ഇത് ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം അല്ലേ. ഇത് വെൽവെറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയായിരിക്കും, അത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. ആരി വർക്കിൻ്റെ ഷോപ്പുകളിലൊക്കെ ഇത് കിട്ടും. ആരി വർക്കിൻ്റെ മെറ്റീരിയൽസുള്ള ഷോപ്പുകളിലൊക്കെ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇത് ലോഡ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ കാണിച്ചു തരികയാണ്. കണ്ടോ, ഇതേപോലെ ആണ്. അതായത് നമ്മൾ ബീഡ് ഇടുന്നത് എപ്പോഴും ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്തിലായിരിക്കണേ. അപ്പോഴേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് എളുപ്പമുള്ളൂ. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ക്ലോത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെൽവെറ്റിൻ്റെ ക്ലോത്തിൽ ഇടാനായിട്ട് പറയുന്നത്. ഇത് സ്വിങ് ത്രെഡാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നീഡിൽ സൈസ് എന്ന് പറയുന്നത് 23-24 ആണേ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ലോക്ക് ഇട്ട് കൊടുക്കാം. ലോക്ക് ഇട്ടതിന് ശേഷം ഈ നീഡിലേക്ക് ഇതുപോലെ ഒന്ന് ലോഡ് ചെയ്തെടുക്കുക. കട്ട് ബീഡ് ലോഡ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെയാണ് ട്യൂബ് ബീഡും അതുപോലെ തന്നെ കട്ട് ബീഡ് ബോൾ ബീഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ചെയ്തതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റിച്ച് കണ്ടത് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ബാക്കിയുള്ള കണ്ടില്ല അടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അടുപ്പിച്ച രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അടുപ്പിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തന്നതുപോലെ തന്നെ ഒരു കട്ട് ബീഡ് ഇടുക, അതുപോലെ ഷുഗർ ബീഡ് അതിൻ്റെ അടുത്ത് ഇടുക. അതൊക്കെ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കട്ട് ബീഡ്, അതായത് 3-4 കട്ട് ബീഡ് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ 2 കട്ട് ബീഡ് ഇട്ടതിന് ശേഷം ഒരു ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുക. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. കട്ട് ബീഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എഡ്ജസൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ ത്രെഡ് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ. ലാസ്റ്റ് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് കാണിക്കുന്നത് കേട്ടോ. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഇതൊരു കർവ് ഷേപ്പിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. വരച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്ക് ഇട്ടതിന് ശേഷം സെയിം മെത്തേഡ് തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. കണ്ടോ, ഈ ഒരു കട്ട് ബീഡ് ഞാൻ സ്മോൾ കട്ട് ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നതാണ്, കാരണം സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ കട്ട് ബീഡാണ്. കട്ട് ബീഡ് ആയതുകൊണ്ട് നല്ല ഇതിൻ്റെ എഡ്ജസ് നല്ല ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ത്രെഡ് പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓരോന്ന് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഓരോന്ന് നീഡിൽ കോർക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. പക്ഷെ അത് ടൈം എടുക്കും. കുറച്ച് കൂടുതൽ നമ്മൾ നീഡിൽ ലോഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അയൺ നീഡിലാണെങ്കിലും അതുപോലെ തന്നെ വുഡൻ നീഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടുലിപ്പിനേക്കാൾ കൂടുതൽ ബീഡ്സ് ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇത് പഠിക്കുന്നത് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ്. ഇപ്പോൾ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആരി എംബ്രോയ്ഡറിയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ് ഇങ്ങനെ തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരു ലൈൻ വരച്ചിട്ട് മാത്രമല്ല ചെയ്ത് നോക്കേണ്ടത്, ഒരുപാട് തവണ ബിഗിനേഴ്സിനോടാണ് കേട്ടോ, ഒട്ടും അറിയാത്തവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഇങ്ങനെ ഒന്ന് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബ്ലൗസിലേക്ക് നേരിട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. നല്ല ഫിനിഷിങ്ങോട് കൂടെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതുപോലെ ചെറിയ മോട്ടീഫ് വരച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബ്ലൗസിലേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ബ്ലൗസിൽ എങ്ങനെയാണ് ചെയ്യാമെന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ലാസ്റ്റ് എൻഡ് നോട്ട് ഇട്ടിട്ട് കൊടുക്കാം. താങ്ക്